ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. 10th-ലാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇത്തിരി കൂടെ വലിയ കുട്ടിയാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു കുട്ടിയാ അല്ലെ? ഇത്ര നേരം സംസാരിച്ചിരുന്ന പോലെ സംസാരിക്കേ, കുറച്ചുകൂടെ ആക്റ്റീവ് ആവട്ടെ, പോരട്ടെ. അപ്പൊ എന്തായാലും ആദ്യത്തെ ഒരു ടെൻഷനൊക്കെ മാറാനായിട്ട് നമുക്കൊരു സോങ് സ്റ്റാർട്ട് ചെയ്യാം. ഏത് സോങ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? വിജയ് സേതുപതിയുടെയും നിത്യ മേനോന്റെ ഒരു ഓക്കെ, അപ്പൊ ഒന്ന് എനർജി ആവട്ടെ. അടിപൊളി. ആഹാ, എത്ര വയസ്സ് മുതൽ പഠിച്ചതാ? ഞാൻ നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞു 13 വർഷമായി. 2.5-3 വയസ്സ് മുതൽ പഠിക്കാം. 3 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. അടിപൊളി. തുടക്കത്തില് ഗിറ്റാറായിരുന്നു. അപ്പനായിരുന്നു ഇതിനോട് കൂടുതൽ താല്പര്യമാണ് അപ്പന്. അങ്ങനെ അപ്പൻ ക്ലാസ്സിനെല്ലാം പോകാറുണ്ട്. അപ്പൊ ഞാൻ വാശി പിടിച്ച് പുറകെ പോകാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ പോകുമ്പോ എനിക്കതിന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. അപ്പന് വായിച്ചു തുടങ്ങിയത് കേട്ട് കേട്ട് എനിക്ക് ഇൻട്രസ്റ്റ് അതിനകത്തോട്ട് ആയി. അപ്പൊ അങ്ങനെ ചേർത്തതാണ്. വയലിനില് ഫസ്റ്റ് ഗിറ്റാർ പഠിച്ചു തുടങ്ങി, ഇപ്പൊ വയലിൻ പഠിച്ചു. ഈ 10ാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രഷറൊക്കെ തരുന്ന ഒരു ഇതാണല്ലോ. 10ലാണ് പഠിക്കണം. പക്ഷെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ചെയ്തത് തന്നെ ഈ വർഷം തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നത്? ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അവിടുത്തെ സ്കൂളിലെ HM ആണെങ്കിലും എൻ്റെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും എല്ലാ ക്ലാസ് ടീച്ചറും ആണെങ്കിലും പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും എന്നെ സപ്പോർട്ടാണ്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അവരുടെ അടുത്ത് പോവാം. അപ്പം നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള പേരൻസിനെ കിട്ടി, നല്ല ടീച്ചേഴ്സിനെ കിട്ടി. അപ്പം എല്ലാം അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഷോസ് ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലും ബാംഗ്ലൂരും അവിടെയൊക്കെ തന്നെയാണ് അല്ലേ? കുറച്ച് പഠിച്ചോ? അവരുടെ ഭാഷയൊക്കെ പഠിച്ചോ? കുറച്ചൊക്കെ അല്ല, അമ്മയ്ക്ക് അറിയാം. അപ്പൊ അമ്മ എല്ലാം പറഞ്ഞു തരാറുണ്ട്. അമ്മയ്ക്ക് തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ഭാഷകളൊക്കെ അറിയാം. അപ്പൊ അമ്മ പറയുന്നത് വീട്ടിലൊക്കെ പറയാറുള്ള കേട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഒരു ഇൻട്രോ കൊടുക്കുന്നത്? തെലുങ്കിൽ എങ്ങനെയായിരുന്നു ഇൻട്രോ കൊടുത്തോണ്ടിരുന്നത്? തെലുങ്കിൽ ഇതുവരെ ഞാൻ അങ്ങനെയല്ല. തെലുങ്കിൽ ഇപ്പൊ അവർക്കാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ആണ് അവര് പ്രിഫർ ചെയ്യുന്നത്. തമിഴില് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, മക്കളെ എന്നൊക്കെ പറഞ്ഞത്. എന്താ സംഭവം? അത് ഞാൻ സ്റ്റേജ് ഷോയിലാണ്. അപ്പൊ ഞാൻ അവിടെ ആങ്കർ ഇടക്കിടക്കൊക്കെ ചേരുന്നുണ്ട്. അപ്പൊ ഞാൻ ആങ്കർ ചെയ്തതാണ്. എപ്പി ഇരിക്കീങ്ക നല്ല ഇരിക്കീങ്കള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു കോളേജ് പരിപാടിയായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ചോദിച്ചതാ. ഈ സ്റ്റേജ് ഷോ ഒക്കെ കണ്ടിട്ട് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞല്ലോ. ഇടക്കിടക്ക് കമന്റിലൊക്കെ കാണാറുണ്ട്. ഞാന് വലിയൊരു കോമഡി. അതെ, ഇതുപോലെ മെസ്സേജസ് ഒക്കെ വരുമോ? ആർക്കും അറിയത്തില്ലായിരിക്കുമല്ലോ, ഇത്ര ചെറിയ ആളാണെന്നൊന്നും അറിയാതൊക്കെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരിക്കുമല്ലോ. അതെല്ലാം പാരന്റ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അക്കൗണ്ടൊക്കെ അമ്മ അച്ഛനും മാനേജ് ചെയ്യുന്നത്. അടിപൊളി. ഈ ഞാൻ വീഡിയോസ് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ റീസെന്റ് ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വായിക്കുന്ന ഈ സ്റ്റിക്കിന് പറയുന്ന പേരെന്താ? ബോ. അപ്പൊ ഇത് മൊത്തം പൊട്ടിയിട്ട് ഈ ഹെയർ ഫുൾ ഇങ്ങനെ പോയത് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്ത് പൊട്ടിയതാണോ? ഞാൻ ആദ്യം വിചാരിച്ചു എന്താ സംഭവം, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കമന്റ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടോ? അത് മിക്കവാറും എല്ലാ പരിപാടിക്കും പോകുമ്പോ ഇടയ്ക്ക് കിട്ടാറുള്ളത്. സാധാരണ ഈ ബോ പൊട്ടുമ്പോ എൻ്റെ അപ്പൻ ഇങ്ങനെ നെഞ്ച് കയ്യിലിരിക്കും. മറ്റേ പിന്നെയും ബോയിന്റെ ഹെയർ സ്റ്റൈൽ ഇടണമല്ലോ. അപ്പൊ എനിക്കും പൊട്ടുന്നതിനോട് ഭയങ്കര എനിക്ക് സങ്കടമാകും. പെട്ടെന്ന് കാണുമ്പോ നമ്മുടെ കാര്യം പൊട്ടുമ്പോ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പൊട്ടുമ്പോഴത്തേക്ക് സ്റ്റേജിൽ ഇങ്ങനെ പാനിക്കാവോ? ഇങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് വായിക്കാൻ കുഴപ്പമൊന്നുമില്ല, വായിക്കാൻ. പക്ഷെ ചിലപ്പോ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുടുങ്ങിയ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് വരാറില്ല ഇതുവരെ. വന്നിട്ടുമില്ല. എന്താ മെറ്റീരിയൽ, എന്താ സംഭവം? ഇത് ഹോൾസ്റ്റൈലാണ്. കുതിരവാൽ. അതിന്റെ ഇത് മുടികള്. അതന്നെ. അപ്പൊ എല്ലാം ഇത് തന്നെയാണോ? എല്ലാവരും ഇതാണോ യൂസ് ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രമാണോ മാർക്കറ്റിൽ കിട്ടുന്നത്? അതോ ഇതിന്റെ? അല്ലല്ല, ഇതിന്റെ പ്ലാസ്റ്റിക് കിട്ടാറുണ്ടാവും. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാവും. ഞാൻ ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയത് ഇതായിരുന്നു. അതെ, ഈ സ്റ്റേജിലൊക്കെ ഇതുപോലെ ഒരുപാട് ഓഡിയൻസിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റേജ് ചെയ്യുക. ഫസ്റ്റ് ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരിയൊക്കെ ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നൊക്കെ. ഫസ്റ്റ് ഷോ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സ്റ്റേജിൽ കയറുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കുമോ? ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ 6 വയസ്സിലാണ് സ്റ്റേജിൽ കയറി. 6 വയസ്സില് എനിക്ക് കുഞ്ഞായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഇങ്ങനെ ലൈവായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ചോദിച്ചത്. അതന്നെ, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഒറ്റക്കാണ് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീമുണ്ട് എനിക്കിപ്പോ. എനിക്കൊരു ടീമുണ്ട് സ്വന്തമായിട്ട്. 40ഓളം ആൾക്കാരുണ്ട് അതിനകത്ത്. അങ്ങനെ കുറെ.
ഈ ഞാൻ ഒരു വീഡിയോയുടെ ഇങ്ങനെ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഒപ്പം പേടിയില്ലേ, അപ്പോൾ ഈ ചെണ്ട ടീം അത്ര നല്ല കെയറിങ് ആണ്, സപ്പോർട്ടിങ് ആണെന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് എന്താണ് പറയുക, നിങ്ങളുടെ ഒരു ഫുൾ ടീമിനെ കുറിച്ച് പറയോ? ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്. ഓരോ ടീമും എനിക്ക് എല്ലാം കുറേ ആൾക്കാർ ചെണ്ട ടീമാണ്, എൻ്റെ കുറച്ച് ഫ്യൂഷനാണ് ഞാൻ കൂടുതൽ ഇപ്പം ഇതുവരെ പോകാറുള്ളത്. എല്ലാ ടീമുകാരും എന്നെ വളരെ കെയറോടെയാണ്, എന്നെ ഒരു കുഞ്ഞനീത്തിയെ പോലെയാണ് അവർ കാണുന്നത്. കുഞ്ഞനീത്തി ആണല്ലോ, എന്നാലും സ്വന്തമാണെന്നല്ലേ കാണുന്നുള്ളൂ, അതൊരു വേറൊരു ഇതല്ലേ. അപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് കാണാം. പിന്നെ ഇതുവരെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അയൽവക്കമായിട്ടുള്ള ഒരു ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീമുണ്ട്, MK കലാസമിതിയാണ്. അതിനകത്ത് അഭിലാഷങ്ങളായിക്കോട്ടെ, അജിയങ്ങളായിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കും. പിന്നെ കണ്ണൂർ ഭാഗത്തോട്ട് പോകുവാണെങ്കിൽ അവിടെയും കുറെ ടീമുണ്ട്, താണ്ഡവം ഉൾപ്പെടെ കുറേ ടീമുണ്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മയുണ്ട്, അപ്പനുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. അനിയത്തിക്കും ഇതുപോലെ വയലിൻ വായിക്കോ, ഇൻട്രസ്റ്റ് ഉണ്ടോ? അവൾക്ക് ഇതെന്ന് പറഞ്ഞാൽ അലർജിയാണ്. അവൾക്ക് ഇതൊന്നും എൻ്റെ കൂടെ പരിപാടിക്ക് വരുന്നതായിക്കോട്ടെ, തുടക്കത്തിലൊക്കെ പരിപാടിക്ക് വിളിച്ചു വരും, അമ്മ എനിക്ക് വേണ്ട, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്കിവിടെ വീട്ടിൽ കൊണ്ടുപോയി, എനിക്ക് വിശക്കുന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. എത്ര വയസ്സുണ്ട്? അവളിപ്പോ 6th പഠിക്കുക. കൊച്ചിനെ മുതലേ ഇത് കേട്ട് അങ്ങനെ ആയിപ്പോയതായിരിക്കും. അവളുടെ മെയിൻ പാട്ടാണ് തുമ്പി പോയൊക്കെ. അവള് വയറ്റിൽ കിടക്കുമ്പോ തന്നെ കുറെ പാട്ട് കേൾപ്പിച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കേട്ട് ഇനി ഇതിപ്പോ സൗണ്ട് കേൾക്കണ്ടെന്നായി. അതെ, അവൾക്ക് ആർട്സിനോടല്ല സ്പോർട്സിനോടാണ് താല്പര്യം കൂടുതൽ. ഓക്കെ, അപ്പൊ രണ്ടാള് രണ്ട് കാറ്റഗറിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കണ്ടേക്കുന്നത് കുറച്ച് വീഡിയോസ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, അതിനകത്ത് നമ്മുടെ മനസ്സിൽ മിഥുന മഴ അത് ചെയ്തേക്കുന്നുണ്ടോ, അതൊന്ന് പ്ലേ ചെയ്യാമോ? ഇത് ശരിക്കും ഒരു സോങ് ചെയ്യാനായിട്ട് എത്ര സമയത്തെ പ്രാക്ടീസ് വേണം? ദിവസങ്ങളെടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ജസ്റ്റ് കേൾക്കാത്ത പാട്ടാണെങ്കിൽ മിനിമം 10 മിനിറ്റ് മതി. ഇല്ല, കേട്ട പാട്ടാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ പറഞ്ഞ വായിക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് ഒക്കെ മതിയാവും. ഈ വയലിനിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എപ്പോ മുതലാ വന്നത്? എന്താണ് എൻ്റെ ഒരു കരിയർ? സാധാരണ ഇച്ചിരി കൂടെ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ കരിയറൊക്കെ ചൂസ് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടിയാകുമ്പോഴത്തേക്ക് ഇതാണ് എൻ്റെ കരിയർ എന്നുള്ള സംഭവം ചൂസ് ചെയ്തത് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അപ്പന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ പോയതാണ്. പിന്നെ അവരും സപ്പോർട്ട് ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു. എനിക്ക് പിന്നെ ഇതിനോട് വലിയ താല്പര്യമാണ്. അതെ.